ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ഇതാണ് നോക്കുന്നത്. മൂന്നാമത്തെ സിഫ പേരെന്താണ്? അൽ ഇസ്തിഅലാ, അഅല ഉയർന്നത്. ഓക്കെ, അഅല അൽ ഇസ്തിഅലാ. ഓക്കെ, അൽ ഇസ്തിഫാൽ സുഫ്ല താഴ്ന്നത്, അൽ ഇസ്തിഫാൽ. ഓക്കെ, അപ്പോൾ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ്? ശബ്ദത്തിൻ്റെ ദിശ, ഡയറക്ഷൻ അനുസരിച്ച് അക്ഷരങ്ങളെ രണ്ട് വിഭാഗമാക്കിയതാണ്. അൽ ഇസ്തിഅല, അതിൻ്റെ ഓപ്പോസിറ്റ് ദിദ് അൽ ഇസ്തിഫാൽ. ഓക്കെ, ഓപ്പോസിറ്റ് എന്താ പറയുക? ദിദ്. ഓക്കെ, അപ്പം എന്താണ് ആദ്യം ഇസ്തിഅല എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒന്നാമത്തെ ബ്ലോക്കിൽ നോക്കാം. ശബ്ദത്തെ മുകളിലേക്ക്, അണ്ണാക്കിലേക്ക്, ഹനക്കുല അല. ഓക്കെ, അണ്ണാക്കിൻ്റെ ദിശയിലേക്ക് നിയന്ത്രിച്ചു വിടുന്നു. ഇസ്തിഅലാൽ എന്താണ്? സൗണ്ടിനെ മേലെ അണ്ണാക്കിൻ്റെ ദിശയിലേക്ക് നിയന്ത്രിച്ചു വിടുന്നു. ഓക്കെ, പിന്നെ ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹുസ്സ ദാത്തിൻ എന്നുള്ള പിന്നെ 7 അക്ഷരങ്ങൾ, 1 2 3 4 5 6 7. ഓക്കെ, ഈ അക്ഷരങ്ങൾ എന്താണ്? എപ്പോഴും കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അതായത് സൗണ്ടിൻ്റെ ഡയറക്ഷനിൽ മേലെ അണ്ണാക്കിലേക്ക്. നാവിൻ്റെ ബാക്ക് ഉയർത്തണം, നാവിൻ്റെ നടുഭാഗം കുഴിക്കണം. ഓക്കെ, പിന്നെ സൗണ്ടിനെ മേലെ അണ്ണാക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, എപ്പിഗ്ലോട്ടിസ് ബാക്കോട്ടേക്ക് പുഷ് ആവും. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഈ എല്ലാ അവസ്ഥയിലും ഫത്ഹ, കസ്റ, ദമ്മ, മദ്, ഷദ് എന്താണെങ്കിലും ഈ 7 അക്ഷരങ്ങൾ എപ്പോഴും കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഓക്കെ, ഇപ്പം ഈ ഹുസ്സ എന്നുള്ളതിൽ എന്താണ്? ഹ വന്നല്ലേ? ഹ, അത് ഹ, ഹി, ഹു, എഹ്, ഏത് എങ്ങനെ വന്നാലും ഈ ഹ എപ്പോഴും നമ്മൾ കനപ്പിച്ചിട്ട് തന്നെ ഉച്ചരിക്കണം. ഓക്കെ, രണ്ടാമത്തെ അക്ഷരം സ്വാദ്. ഓക്കെ, സ്വാദ് എപ്പോഴും കനപ്പിച്ചിട്ട് തന്നെ. ഫത്ഹ, കസ്റ, ദമ്മ, സുക്കൂന്, മുന്നേ ഫത്ഹ വന്നാലും കസ്റ വന്നാലും മുന്നേ ശേഷമോ ഫത്ഹ, കസ്റ, ദമ്മ ഏത് സാഹചര്യത്തിലാണെങ്കിലും കനപ്പിച്ചിട്ട് തന്നെ ഇവ ഉച്ചരിക്കണം. പിന്നെ ബോദ്, മൂന്നാമത്തേത് ബോദ്. നാലാമത്തെ അക്ഷരം ഓയിന്. നമ്മൾ ഓയിരി എന്ന് പറയണം, അല്ലാതെ ഗൈരി നാവ് ഫ്ലാറ്റ് ആക്കിയിട്ട് പറയരുത്. ഓ. ഓക്കെ, ഓയിരി. ഓക്കെ, അതേപോലെ തന്നെ തോ, തോരിയപ്പ്, തോ എപ്പോഴും കനപ്പിച്ച് ഉച്ചരിക്കുന്ന അക്ഷരം. പിന്നെ ഖാഫ്. ഓക്കെ, ഖാല, ഖീല, ഖൂലു, ഇഖ്റ, ഇഖ്റ. ഓക്കെ, ഏതവസ്ഥയിലും കനപ്പിച്ചിട്ട് ഉച്ചരിക്കുക. പിന്നെ വോ. ഓക്കെ, വോ, പോൻ്റെ മുകളിൽ പുള്ളിയുള്ള വോ. അപ്പം ഈ 7 അക്ഷരങ്ങളാണ് ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ. അതായത് എപ്പോഴും കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എങ്ങനെയാണ്? ശബ്ദത്തെ മുകളിലേക്ക്, മേലെ അണ്ണാക്കിൻ്റെ ദിശയിലേക്കാണ് ശബ്ദത്തിന് നമ്മൾ നിയന്ത്രിച്ചു വിടേണ്ടത്. ഇനി ഇസ്തിഫാൽ എന്താണെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇസ്തിഫാലിന് അങ്ങനെ നമ്മൾ ഇസ്തിഅലാക്ക് ചെയ്യുന്ന പോലെ മുകളിലേക്ക്, മേലെ അണ്ണാക്കിൻ്റെ ദിശയിലേക്ക് അങ്ങനെ നിയന്ത്രിച്ചു വിടണമെന്നില്ല. നാവൊക്കെ നമ്മൾ റിലാക്സ് ആക്കിയിട്ട് ഒരു സാധാരണ പറയുന്ന പോലെ റിലാക്സ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, റാഹ പൊസിഷനിലായിരിക്കും നാവ് ഉണ്ടാവുക. അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളല്ലാത്ത ബാക്കി 22 അക്ഷരങ്ങളും ഇസ്തിഫാലിലാണ് വരുന്നത്. ഓക്കെ, കാരണം അതിൽ ഇപ്പം 3 ലെറ്റേഴ്സ് ഉണ്ട്. ചിലപ്പം കനപ്പിച്ചുച്ചരിക്കും. ഓക്കെ, ചിലപ്പോൾ ഹെവി ആയിരിക്കും, തഫ്ഖീം ആയിരിക്കും, ചിലപ്പോൾ തർക്കീഖ് ആയിരിക്കും. അതൊക്കെ ഇസ്തിഫാലിലാണ് വരുന്നത്. ഇസ്തിഅലാൽ ഏതാണ്? സ്ഥിരമായിട്ട് പെർമനൻ്റ് ആയിട്ട് കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങൾ മാത്രമാണ് ഇസ്തിഅലാലുള്ളത്. ഓക്കെ, ബാക്കി എല്ലാം ഇസ്തിഫാലിലാണ് വരുന്നത്. ഇനി ഇസ്തിഅലാലും ഇസ്തിഫാലിലും നമ്മൾ വായൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഈ കോളം, ഈ ബോക്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇസ്തിഅല, നാവിൻ്റെ പിൻഭാഗം ഉയരുന്നു. ഓക്കെ, നാവിൻ്റെ പിൻഭാഗം നമ്മൾ നന്നായിട്ട് ഉയർത്തണം. ഈ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങൾക്ക് പിന്നെ നാവിൻ്റെ പിൻഭാഗം ഉയർത്തണം. നാവിൻ്റെ മധ്യഭാഗം ഉള്ളിലേക്ക് വളക്കണം. ഓക്കെ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്.
പിന്നെ എന്താണ്, തൊണ്ട മുറുക്കുകയും എപ്പിഗ്ലോട്ടിസിനെ പുറകോട്ട് തള്ളുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ നാവിൻ്റെ ബാക്ക് ഉയർത്തുക അതൊക്കെ ചെയ്യുമ്പോൾ തനിയെ വരുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെ എപ്പിഗ്ലോട്ടിസ് കുറച്ച് ബാക്കോട്ടേക്ക് പുഷ് ചെയ്യുക, അതിൻ്റെ ഒരു സ്ട്രെസ് കൊണ്ട് എപ്പിഗ്ലോട്ടിസ് തനിയെ ബാക്കിലേക്ക് പുഷാവും, എപ്പിഗ്ലോട്ടിസിനെ പുറകോട്ട് തള്ളും. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ശബ്ദത്തെ മുകളിലേക്ക് മേലെ അണ്ണാക്കിൻ്റെ ദിശയിലേക്ക് നിയന്ത്രിച്ചു വിടുന്നു. ഹനക്കുൽ ആലാൻ്റെ ഡയറക്ഷനിലേക്ക് നിയന്ത്രിച്ചു വിടുന്നു. പിന്നെന്താ, വായു കൊണ്ട് നിറയുകയും ശബ്ദം മുഴങ്ങുകയും ചെയ്യുന്നു. അത് ഇസ്തിഅലാൻ്റെത്. ഓക്കെ. ഇനി ഇസ്തിഫാലിൻ്റെത് എന്താ നോക്കാം. നാവിൻ്റെ പിൻഭാഗം ഉയർത്തുന്നില്ല. ഓക്കെ. നമ്മളിപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്, നാവ് ഫ്ലാറ്റാണ്, നമ്മൾ കുഴിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. നേരം മറിച്ച് ഇപ്പോഴത്തെ എന്തായിരുന്നു, ഇസ്തിഖ്ലാൽ എന്താണ്, നാവിൻ്റെ പിൻഭാഗം ഉയർത്തുന്നു. സോ എന്ന് പറയുമ്പോൾ രണ്ടും കമ്പയർ ചെയ്യുക. ഇസ്തിഫാലാണ്. നാവ് ഫ്ലാറ്റാണ്, റാഹത്തിലാണ്. നേരെ ഒരു സ്ട്രെസ്സും ഇല്ല, ഒരു സ്ട്രെയിനോ ഒന്നുമില്ല. നേരെ മറിച്ച് ഫോദാവുമ്പോഴെങ്ങനെയാണ്, ഇസ്തിഖ്ലാലിൻ്റെ ലെറ്ററായ ഫോദാവുമ്പോൾ എന്താണ്, നാവിൻ്റെ പിൻഭാഗം ഉയർത്തണം നന്നായിട്ട്. പിന്നെ നാവിൻ്റെ നടുഭാഗം നമ്മൾ കുഴിക്കണം. ശബ്ദത്തിനെ അണ്ണാക്കിൻ്റെ ദിശയിലേക്ക് നിയന്ത്രിച്ചു വിടണം. ഓക്കെ. നേരെ മറിച്ച് സീൻ എന്താണ്, ഇവിടെ നോക്കുക, നാവിൻ്റെ പിൻഭാഗം ഉയർത്തുന്നില്ല. പിന്നെ നെക്സ്റ്റ്, നാവിൻ്റെ മധ്യഭാഗം ഉള്ളിലേക്ക് വളക്കുന്നില്ല. ഇപ്പുറത്ത് എന്താണ്, നാവിൻ്റെ മധ്യഭാഗം ഉള്ളിലേക്ക് വളക്കുന്നു ഇസ്തിഖ്ലാക്ക്. ഇതിന് അതൊന്നുമില്ല, അങ്ങനെ ഒന്നും നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ തൊണ്ട മുറുക്കുകയില്ല, എപ്പിഗ്ലോട്ടിസിനെ പുറകോട്ട് തള്ളുന്നുമില്ല. റിലാക്സ് ആയിട്ടാണ് പറയുന്നത്, ഒരു സ്ട്രെസ്സൊന്നുമില്ല. പിന്നെ ശബ്ദത്തെ മുകളിലേക്ക് അണ്ണാക്കിൻ്റെ ദിശയിലേക്ക് നിയന്ത്രിച്ച് വിടുന്നില്ല. വായു കൊണ്ട് നിറയുകയില്ല, ശബ്ദം മുഴങ്ങുകയുമില്ല. നമ്മൾ വായ നല്ലോണം ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നേരെ മറിച്ച് ഇപ്പുറത്തെ സ്വാദാണെങ്കിൽ എന്താണ്, വ്യത്യാസമുണ്ട്, രണ്ടോ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ ഡയഗ്രാം പിക്ചർ നോക്കാം. ഇസ്തിഖ്ലാലിൻ്റെ അക്ഷരത്തിൽ ശബ്ദത്തിൻ്റെ ദിശ, ആരോ മാർക്ക് കണ്ടില്ലേ, മുകളിലേക്ക് ആണ് ശബ്ദത്തിൻ്റെ ദിശ വരുന്നത്. ഇപ്പോൾ ഓ എന്നൊക്കെ പറയുമ്പോൾ അണ്ണാക്കിൻ്റെ ദിശയിലേക്കാണ് സൗണ്ട് പോണത്. നാവിൻ്റെ ബാക്ക് ഉയരണം, പിന്നെ എന്താണ്, നടുഭാഗം കുഴിയണം. ഓക്കെ. എപ്പിഗ്ലോട്ടിസ് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇസ്തിഖ്ലാലിൻ്റെ അവിടെ എപ്പിഗ്ലോട്ടിസ് കുറച്ചും കൂടി ബാക്കോട്ടേക്ക് നീങ്ങിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കുറയുന്നുണ്ട്, സൗണ്ട് പാസ് ചെയ്യുന്ന ഗ്യാപ്പ് കുറയുന്നുണ്ട്. കാരണം പക്ഷേ ഇപ്പുറത്ത് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇതിപ്പം കാഫിൻ്റെ മഹ്റജാണ് ഇതിൽ കാണുന്നത്, ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ കാഫിൻ്റെ മഹ്റജ് എന്താണ്, നാവിൻ്റെ അങ്ങേയറ്റവും സോഫ്റ്റ് പാലറ്റും ഹാർഡ് പാലറ്റും മീറ്റ് ചെയ്യുന്ന സ്ഥലം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാവ് ഉയർന്നത്, അല്ലാതെ കനപ്പിക്കാൻ വേണ്ടിയിട്ട് ഉയർന്നതല്ല. ഓക്കെ. അവിടെ മുട്ടും, അല്ലാതെ എന്നും നമ്മൾ പറയില്ല. സൗണ്ട് കണ്ട, ആരോ മാർക്ക് കണ്ടില്ല, മുകളിലേക്ക് അല്ല സോറി പുറത്തേക്ക് ഒഴുകുന്നത്. ഫ്രീ ആയിട്ട്, ഒരു ടൈറ്റ്നെസ്സോ ഒന്നുമില്ല. പിന്നെ നാവിൻ്റെ ഫ്രണ്ട് കുഴിയുന്നില്ല, നാവിൻ്റെ നടുഭാഗം കുഴിയുന്നില്ല. ഓക്കെ. രണ്ട് ചിത്രം കമ്പയർ ചെയ്യാം. പിന്നെ എപ്പിഗ്ലോട്ടിസ് ബാക്കിലേക്ക് പുഷ് ആവണമെന്നില്ല. അപ്പോൾ അവിടെ കുറച്ചും കൂടി സൗണ്ട് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ അവിടെ എന്താണ്, വിൻഡ് പൈപ്പിൽ ഗ്യാപ്പ് ഉണ്ട് നല്ലോണം. ഇനി എന്താണ്, ഇസ്തിഅല അക്ഷരത്തിൻ്റെ ഹക്കും തഫ്ഖീം അതിൻ്റെ മുസ്തഹക്കുമാകുന്നു. ഓക്കെ. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കനപ്പിച്ച് ഉച്ചരിക്കൽ. അതിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് കിട്ടുന്ന, ഇസ്തിഖ്ലാ ചെയ്യുമ്പോൾ അക്ഷരത്തിന് എന്താ കിട്ടുന്നത്, ഹെവിനെസ്, തഫ്ഖീം കിട്ടും. അപ്പോൾ ഇസ്തിഅല ഹക്കും തഫ്ഖീം മുസ്തഹക്ക് അനന്തരഫലം, എൻഡ് റിസൾട്ട്. ഓക്കെ. ഇസ്തിഅല ചെയ്യുമ്പോൾ ആ അക്ഷരം തഫ്ഖീമുള്ള അക്ഷരമായിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ ഇസ്തിഅലാൻ്റെ അനന്തരഫലമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ, അതൊക്കെ അതിൻ്റെ രീതിക്ക് ചെയ്യുമ്പോൾ ആ അക്ഷരം നല്ല തഫ്ഖീം ലെറ്ററായി മാറും.
ഓക്കെ. അതേപോലെ ഇപ്പുറത്ത് ഇസ്തിഫാലും അതേപോലെ തന്നെ. ഇസ്തിഫാൽ അക്ഷരത്തിൻ്റെ ഹക്കും തർക്കീഖ് അതിൻ്റെ മുസ്തഹക്കുമാകുന്നു. ഓക്കെ. നമ്മൾ അക്ഷരം ഇസ്തിഫാലാണ്. അപ്പോൾ അത് ആ രീതിക്കൊക്കെ ചെയ്യുമ്പോൾ ആ അക്ഷരത്തിന് വരുന്ന സ്വഭാവമാണ് എന്താണ് തർക്കീക്ക്, നേർക്കൽ. ഓക്കെ. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആവില്ല, ആ അക്ഷരം ലൈറ്റ് ആവില്ല. അപ്പോൾ ഇസ്തിഫാലിൻ്റെ എല്ലാ ഇസ്തിഫാലിന് ചെയ്യേണ്ടതൊക്കെ നമ്മൾ അതിൻ്റെ രീതിക്ക് കറക്റ്റ് രീതിക്ക് ചെയ്യുമ്പം ആ അക്ഷരം തർക്കീക്കായി മാറുന്നു. അപ്പോൾ തർക്കീക്ക് എന്താണ് എൻഡ് റിസൾട്ട്, അനന്തരഫലമായിട്ട് കിട്ടുന്ന എൻഡ് റിസൾട്ട്. അപ്പോൾ ഇസ്തിഫാല് ഹക്ക്, തർക്കീക്ക് മുസ്തഹക്ക്. ഓക്കെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഈ ഫോട്ടോ നോക്കാം. ശബ്ദത്തിൻ്റെ ദിശ അനുസരിച്ചുള്ള അറബി അക്ഷരമാല. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കളറിൽ കാണുന്നുണ്ട്. ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ, ലൈറ്റ് ഗ്രീൻ, പച്ച. ഓക്കെ. അപ്പോൾ എന്താണ് ഡാർക്ക് ഗ്രേ ആയിട്ടുള്ളത് എന്താണ് എപ്പോഴും കനപ്പിച്ച് ഉച്ചരിക്കേണ്ടത്. അതായത് ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സ് ഡാർക്ക് ഗ്രേയിലാണ് ഇതിൽ കാണുന്നത്. ഓക്കെ. ബാക്കി ഫുള്ള് ഇസ്തിഫാലിൻ്റെ ലെറ്റേഴ്സാണ്. ഈ ലൈറ്റ് ഗ്രേയും ലൈറ്റ് ഗ്രീൻ കളറും ഒക്കെ എന്താണ് ഇസ്തിഫാലാണ്. ഇനി ഈ ലൈറ്റ് ഗ്രേയും ഗ്രീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഗ്രീൻ കളറ് കാണുന്ന 3 ലെറ്റേഴ്സ് റോ, ലാം, അലിഫ്. ലാം അലിഫ് അല്ല കേട്ടോ, അലിഫ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. റോ, ലാം, അലിഫ്. ഈ 3 ലെറ്റേഴ്സ് ഇസ്തിഫാലിൽ പെട്ടിട്ടുള്ള ഈ 3 ലെറ്റേഴ്സ് ചില സമയങ്ങളിൽ തഫ്ഹീം ചെയ്യണം നമ്മൾ, ചില സമയങ്ങളിൽ തർക്കീഖ് ചെയ്യണം. ഓക്കെ. ചില സമയത്ത് നമ്മൾ ഖനപ്പിച്ചുച്ചരിക്കണം, ചില സമയങ്ങളിൽ നേർപ്പിച്ചുച്ചരിക്കേണ്ടി വരും. അത് എപ്പോഴൊക്കെയാണ് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. പിന്നെ ബാക്കി വരുന്ന ലൈറ്റ് ഗ്രേ കളറിലുള്ളത് എന്താണ് എപ്പോഴും നേർപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ബ, ത. അതൊരിക്കലും നമ്മൾ ബ എന്നുള്ളതിനെ ബ എന്നൊന്നും ആവില്ല. എന്താണ് മേലെ അണ്ണാക്കിലേക്ക് സൗണ്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഖനപ്പിച്ചൊന്നും ഉച്ചരിക്കില്ല. ബ എപ്പോഴും ബ തന്നെ. ബ, ബി, ബു, അബ്. അല്ലാതെ ബ, ബി, ബു, അബ് അങ്ങനെയൊന്നും ഖനപ്പിച്ചൊന്നും പറയൂല. ഓക്കെ. നേരെ മറിച്ച് റോ എന്നുള്ളത് എങ്ങനെയാണ് ചിലപ്പോൾ റോ ആവും, തഫ്ഹീം ചെയ്തിട്ട് റോ എന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ തർക്കീഖ് ചെയ്തിട്ട് രീ എന്ന് പറയേണ്ടി വരും. ഓക്കെ. അതേപോലെ തന്നെ ലാമ്, അലിഫ് ഒക്കെ അതെപ്പോഴാണെന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ചില സമയങ്ങളിൽ മാത്രം തഫ്ഹീമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് റോ, ലാം, അലിഫ് മദ്ദിയ, മദ്ദിൻ്റെ അലിഫ്. ഓക്കെ. ഇവിടെ ഇപ്പം അലിഫ് മദ് എപ്പോഴൊക്കെയാണ് തഫ്ഹീം, എപ്പോഴൊക്കെയാണ് തർക്കീഖ് എന്നുള്ളത് നോക്കാം. അലിഫ് മദ്ദിൻ്റെ തഫ്ഹീം, തർക്കീഖ് അതിന് മുമ്പ് വരുന്ന അക്ഷരത്തിനെ ആശ്രയിച്ചിരിക്കും. അലിഫ് മദ്ദിൻ്റെ മുമ്പ് വരുന്ന അക്ഷരം തഫ്ഹീം ലെറ്റർ ആണെങ്കിൽ, അതായത് കനം കൂടിയ കനപ്പിച്ചുച്ചരിക്കേണ്ട ലെറ്റർ ആണെങ്കിൽ അലിഫ് മദ്ദും കനപ്പിച്ചുച്ചരിക്കണം. ഏതുപോലെ ഹോ എന്നുള്ളത് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണ് അല്ലേ, ഖനപ്പിച്ചുച്ചരിക്കേണ്ട ലെറ്ററാണ് ഹോ അല്ലേ. അപ്പോൾ ഈ ഹോൻ്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹ എന്ന് പറയാൻ പാടില്ല, ഹോ ഓ എന്ന് പറയണം, അല്ലാതെ എ എന്ന് പറയാൻ പാടില്ല. നീട്ടുന്ന ആ ദീർഘം എ എന്ന് പറയുന്നത് ഓ, ഹോലിദീന. ഓക്കെ. ഹോ ഹോ. ഓക്കെ. അതേപോലെ അടുത്ത ഉദാഹരണം എന്താണ് സ്വാദ് ഖനപ്പിച്ചുച്ചരിക്കേണ്ട ലെറ്ററാണ്. അപ്പോൾ സ്വാദിൻ്റെ കൂടെ വരുമ്പോൾ എന്താണ് സോബിരീന, അല്ലാതെ നമ്മൾ ഫ്ലാറ്റ് ആക്കിയിട്ട് എന്ന് പറയൂല. സ എന്ന് പറയുന്ന പോലെ അല്ല സോ എന്ന് പറയുമ്പോൾ അലിഫ്. സ എന്ന് പറയുമ്പോൾ അലിഫിൻ്റെ ശബ്ദം എങ്ങനെയാ വരുന്നത് എന്നാ വരുന്നത്. നേരെ മറിച്ച് സോദിൻ്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഓ. അപ്പോൾ ഓ ഓ രണ്ടും വ്യത്യാസം കണ്ടില്ലേ, സോബിരീന. ഓക്കെ. ഇനി അടുത്ത ഉദാഹരണം റോക്ക്. ഇവിടെ ഈ സാഹചര്യത്തിൽ ഫത്ഹ വന്നാൽ റോനെ ഖനപ്പിച്ചുച്ചരിക്കണം. അപ്പോൾ എന്താണ് ഇത് അപ്പോൾ ആ റോൻ്റെ കൂടെ വരുന്ന അലിഫിനെ നമ്മൾ ഓ എന്നുള്ള സൗണ്ട് കൊടുക്കണം, അല്ലാതെ എന്നുള്ള ശബ്ദം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് യുറോ ഊന ഓ ഓ യുറോ ഊന. അപ്പം ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത് ഓ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്,
എൻ്റെ നാവിൻ്റെ ബാക്ക് ഉയർത്തി പിടിക്കിന്, ആ മദ് തീരണ വരെ നാവിൻ്റെ നടുഭാഗം പൊഴിച്ച് പിടിക്കിന്, എന്നിട്ട് ശബ്ദത്തിനെ അണ്ണാക്കിൻ്റെ ദിശയിലേക്ക് നിയന്ത്രിച്ചു വിടുന്നു. ഓ, അത് തീരണ വരെ. ഓക്കെ, തീരണ വരെ അത് അങ്ങനെ തന്നെ പിടിക്കണം. അപ്പൊ യുറോ ഊന, അല്ലാതെ ഇപ്പൊ ഞാൻ തെറ്റിച്ച് പറയുകയാണെങ്കിൽ യുറ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ഓ പറയണം. ഇനി അപ്പൊ അങ്ങനെയൊക്കെയാണ്. അലിഫ് മദ് എപ്പോഴാണ് ഖനം കൂടിയത്? അവല് ഖനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരത്തിന്റെ ഒരുമിച്ച് വരുമ്പോൾ അലിഫ് മദും ഖനപ്പിച്ച് ഉച്ചരിക്കണം. കാന ഓല, കാന ഓല. കോല എന്താണ്? ഹെവി ലെറ്റർ ആണ്. കോഫ് ഹെവി ലെറ്റർ ആണ്. അപ്പൊ കോഫിന്റെ കൂടെ വരുമ്പോ ഓ എന്നുള്ള ശബ്ദം കൊടുക്കണം. ഓക്കെ, മറിച്ച് കാഫിന്റെ അടുത്ത് നോക്കാം. അലിഫ് മദ്ദിന് മുമ്പ് വരുന്ന അക്ഷരം ഖനം കുറഞ്ഞ അക്ഷരം, തർക്കീക്ക് ലെറ്റർ അല്ലെങ്കിൽ ഇസ്തിഫാലിലെ ലെറ്റർ ആണെങ്കിൽ, അല്ലെ തർക്കീക്കായിട്ടുള്ള ലെറ്റർ ആണെങ്കിൽ അലിഫ് മദ്ദും തർക്കീക്കായി മാറും, ഖനം കുറഞ്ഞതായി മാറും. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ്? ഐൻ എന്താണ്? ഇസ്തിഫാലിന്റെ ലെറ്ററാണ്, ഖനം കുറച്ച് ഉച്ചരിക്കേണ്ട ലെറ്ററാണ്. അപ്പൊ അതിൻ്റെ കൂടെ വരുമ്പോൾ നമ്മൾ ആലമീന, മറിച്ച് ഞാനിപ്പോൾ എന്താ പറയാൻ പാടില്ല? ആ എന്ന് പറയാൻ പാടില്ല, ആലമീന. ഓക്കെ, ആക്കണം, അല്ലാതെ ഓ നാക്കാം. ഹെവി സൗണ്ട് ഹെവി ആക്കിയിട്ട് ഓ നാക്കാൻ പാടില്ല. കിരീന, അല്ലാതെ കിരീന എന്ന് പറയാൻ പാടില്ല. അതേപോലെ എന്താ അടുത്ത എക്സാമ്പിൾ? അല്ലാതെ കാന എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പം എന്താണ്? അലിഫ് മദ് ഹെവി ആയിട്ട് പറയല്. ഹെവി ലെറ്റേഴ്സിന്റെ കൂടെ വരുമ്പോൾ അലിഫ് മദ് ഹെവി ആവും. ലൈറ്റ് ലെറ്റേഴ്സിന്റെ കൂടെ വരുമ്പോൾ ആ അലിഫ് മദും ലൈറ്റ് ആവും. ഇനി ലാം എപ്പോഴൊക്കെയാണ്? നമ്മൾ ഇതിൽ കണ്ടില്ല, അതവിടെ ലാം ചിലപ്പോൾ ചില സമയങ്ങളിൽ മാത്രം കനമുള്ള അക്ഷരങ്ങളിൽ പെട്ടതാണ് റോ, ലാം, അലിഫ്. ഓക്കെ, അപ്പം ലാം എപ്പോഴൊക്കെയാണ് ഖനപ്പിച്ച് ഉച്ചരിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ടത് നോക്കാം. ഓക്കെ, പിന്നെ ലാം എന്ന അക്ഷരത്തിൻ്റെ നിയമങ്ങൾ. ലാം എല്ലായ്പ്പോഴും കനം കുറഞ്ഞ അക്ഷരമാണ്. ഫത്ഹ അല്ലെങ്കിൽ ദമ്മ ഉള്ള അക്ഷരങ്ങൾ അല്ലാഹ് എന്ന വാക്കിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒഴികെ. ലഫുൽ ജലാല, അല്ലാഹ്, അല്ലാഹ് എന്ന് പറയും. അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ മുന്നേ ഫത്ഹ ദമ്മ ആണെങ്കിൽ ലാം ഹെവി ആയിരിക്കും. ഓക്കെ, ലൈക്ക് നസ്റുല്ലാഹി. ഓക്കെ, നസ്റുല്ലാഹി, അല്ലാതെ നമ്മൾ നേർപ്പിച്ച് നസ്റുല്ലാഹി ലാ എന്ന് പറയില്ല. നേർപ്പിച്ച് ഉച്ചരിക്കൽ എങ്ങനെയാണ്? ലാ, ബിസ്മില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ലാ എന്ന് പറയല്. നേരെ കുറച്ച് ഖനപ്പിച്ച് ഉച്ചരിക്കൽ എങ്ങനെയാണ്? നമ്മൾ അല്ലാഹ്, അല്ലാഹ്. ഇപ്പൊ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കാം. അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുല്ലദീ. അപ്പൊ മുന്നേ എന്താണ്? ഫത്ഹ കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫത്ഹ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അല്ലാഹു, അല്ലാതെ നമ്മൾ അല്ലാഹു എന്ന് പറയൂല അല്ലെ, അല്ലാഹുല്ലദീ. ഓക്കെ, ഇനി മുന്നേ ദമ്മാണ് വന്നെന്നുണ്ടെങ്കിൽ വദ്കുറുല്ലാഹ, വദ്കുറുല്ലാഹ. അപ്പൊ എന്താണ്? അവിടെ മുന്നേ ദമ്മ ആവുമ്പോൾ ഖനപ്പിച്ചുച്ചരിക്കണം. ഖാലുല്ലാഹുമ്മ. അതേപോലെ വേറെ ഉദാഹരണം നസ്റുല്ലാഹി, ഇദാ ജാഅ നസ്റുല്ലാഹി. അത് നമ്മൾ നസ്റുല്ലാഹി എന്നല്ലല്ലോ പറയാം, നസ്റുല്ലാഹി. ഓക്കെ, പിന്നെ മുന്നേ ഫത്ഹ വന്നല്ലോ, ഹുവല്ലാഹു, ഹുവല്ലാഹു. ഓക്കെ, അപ്പൊ ഈ മുന്നേ ഫത്ഹയോ ദമ്മ ആണെങ്കിൽ നമ്മൾ ലഫ്ളുൽ ജലാല ലാമ് ഖനപ്പിച്ചുച്ചരിക്കും. അല്ലാഹ് എന്നുള്ള ലഫ്ളുൽ ജലാലയിലെ ലാമ് ഖനപ്പിച്ചുച്ചരിക്കും മുന്നേ ഫത്ഹ അല്ലെങ്കിൽ ദമ്മ ആണെങ്കിൽ. ഇനി എപ്പോഴാണ് നമ്മൾ നേർപ്പിച്ചുച്ചരിക്കല്? മുന്നേ കെസ്ര വന്നാല് എന്താണ്? ഇവിടെ നോക്കാം, ഫീ സബീലില്ലാഹി. അപ്പൊ സബീലി എന്നുള്ളത് ലാമിന് കെസ്റാണ്. അപ്പൊ ഫീ സബീലില്ലാഹി നമ്മൾ പറയാ, സബീലി അല്ലാഹി എന്ന് പറയൂല.
ഓക്കെ. പിന്നെ ഖുലില്ലാഹുമ്മ, ഖുലി പറഞ്ഞതുകൊണ്ട് ഖുലില്ല എന്ന് പറയാം, ഖുലിയല്ലാ നമ്മൾ പറയൂല അല്ലേ. പിന്നെ അതേപോലെ ലില്ലാഹി മാഫി, ലി മുന്നേ കസ്റ വന്ന്. പിന്നെ അതേപോലെ വേറെ ഉദാഹരണം ബിസ്മില്ലാഹി, മുന്നേ കസ്റ വന്നതുകൊണ്ട് പിന്നെ നമ്മളെന്താണ് ഖനപ്പിക്കൂല, ബിസ്മില്ലാഹി എന്ന് പറയില്ല, ബിസ്മില്ലാഹി അല്ലേ. ഇപ്പം മുന്നേ കസ്റ വന്നാൽ നേർപ്പിച്ച് ഉച്ചരിക്കണം. പിന്നെ ലഫ്ദുൽ ജലാലിൻ്റെ മുന്നേ ഫത്ഹ ദമ്മ വന്നാൽ ഖനപ്പിച്ച് ഉച്ചരിക്കണം. വേറെ ഒരു ലാമിനും ഈ ക്വാളിറ്റി ഇല്ല കേട്ടോ. സുൽത്താൻ, അൽഹംദു ഇതെല്ലാം നേർപ്പിച്ചിട്ടാണ് ഉച്ചരിക്കൽ. ഓക്കെ. ലഫ്ദുൽ ജലാലയിലുള്ള ലാമ മാത്രമേ നമ്മൾ, പിന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ജലാലയിലുള്ള ലാമ മാത്രമേ നമ്മൾ ഖനപ്പിച്ച് ഉച്ചരിക്കുകയുള്ളൂ. വേറെ ഒരു ലാമിനും ഇത് ബാധകമല്ല. ഉൽ ഹുവ, ഓക്കെ, അതൊക്കെ നേർപ്പിച്ചിട്ടാണ് ഉച്ചരിക്കുക. അൽഹംദു നേർപ്പിച്ചിട്ടാണ് ഉച്ചരിക്കുക. സുൽത്താൻ, നമ്മൾ എന്നൊന്നും പറയില്ല, സുൽത്താൻ അതൊക്കെ നമ്മൾ നേർപ്പിച്ച് ഉച്ചരിക്കണം. ഇനി ഈ ഇസ്തിഗ്ലാലിൻ്റെ അക്ഷരങ്ങളുടെ കനത്തിന് ഓരോ ഇതുണ്ട്, മറാത്തിബുണ്ട്, ലെവൽസ് ഉണ്ട്. ചില സാഹചര്യത്തിൽ അത് നല്ല കനപ്പിച്ചിട്ട് നാവിൻ്റെ ബാക്ക് നന്നായിട്ട് റേസ് ചെയ്യണം, നാവിൻ്റെ ഫ്രണ്ട് നന്നായിട്ട് കുഴിക്കണം. ഓക്കെ. നല്ല ഹെവിയിൽ പറയണം. പിന്നെ ഹെവി കുറഞ്ഞ് അങ്ങനെ. ഇപ്പോൾ 5 ലെവൽസ് ഉണ്ട്. മറാത്തിബു തഫ്ഹീം, ലെവൽസ് ഓഫ് തഫ്ഹീം. ഓക്കെ. അപ്പോൾ ഇബ്നു ജസരിയുടെ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള മറാത്തിബു തഫ്ഹീം. ഓക്കെ. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? അലിഫ് മദ്ദുള്ള അക്ഷരം. ഇപ്പം ഖാഫിന് എന്താണ്? ഫത്ഹയും അലിഫ് മദ്ദും വന്ന്. അപ്പം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഏറ്റവും കനം കൂടിയ അവസ്ഥയാണ് ഫത്ഹയും അതിൻ്റെ കൂടെ അലിഫ് മദ്ദും കൂടി വന്നാൽ. ഓക്കെ. രണ്ടാമത്തെ ലെവൽ എന്താണ്? അതിൻ്റെ തൊട്ട് താഴെയുള്ള കനം, അതായത് അതിനെക്കാട്ടി ഒരു പൊടി നാവിൻ്റെ ബാക്കിലത്തെ റേസിങ് ഒരു പൊടിക്ക് കുറയും, വെറും ഫത്ഹ മാത്രം വന്നാൽ കൊത്. ഓക്കെ. ഇതൊക്കെ ചെറിയ മിസ്റ്റേക്കേ ഉണ്ടാവുള്ളൂ, ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പിന്നെ മൂന്നാമത്തെ ലെവൽ എന്താണ്? ദമ്മ വന്നാൽ, ഇസ്തിഗ്ലാലിൻ്റെ അക്ഷരത്തിന് ദമ്മ വന്നാൽ യഖൂലു. ഓക്കെ. നാലാമത്തെ അവസ്ഥ സുക്കൂന് വന്നാൽ. ഓക്കെ. അഞ്ചാമത്തെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എപ്പോഴാണ്? ഖീല, കസ്റ വന്നാൽ ഖീല. അപ്പം ഖീല പറയുമ്പോൾ എന്താണ്? നല്ല വ്യത്യാസം വന്ന് ഖാല എന്ന് പറയുമ്പോൾ നാവിൻ്റെ ബാക്ക് നന്നായിട്ട് ഉയർത്തണം, നാവിൻ്റെ നടുഭാഗം നന്നായിട്ട് കുഴിക്കണം. നേരം വെച്ച് ഖീല പറയുമ്പോഴത്തേക്കും അത്ര തന്നെ ആവണ്ട, അതിങ്ങനെ കുറഞ്ഞ് വന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ഓവറായിട്ട് കുഴിക്കുകയൊക്കെ ചെയ്താൽ കൊയ് എന്നായി പോകും. അത്ര ഹെവിനെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഉണ്ട് കേട്ടോ ഹെവിനെസ്, ഒരു മിനിമം ലെവൽ ഓഫ് ഹെവിനെസ് നമ്മൾ കൊടുക്കണം. ഖീല. അപ്പോൾ 5 ലെവൽസ് ഓഫ് തഫ്ഹീം അങ്ങനെയാണ്. ഒന്നാമത്തത് ഇസ്തിഗ്ലാലിൻ്റെ ലെറ്റേഴ്സിന് അലിഫ് മദ് വന്നാൽ, രണ്ടാമത്തതിന് വെറും ഫത്ഹ മാത്രം വന്നാൽ, മൂന്നാമത്തത് ദമ്മ വന്നാൽ, നാലാമത്തത് ഒരക്ഷരത്തിൻ്റെ കൂടെ സുക്കൂന് വന്നാൽ, അഞ്ചാമത്തത് ഒരക്ഷരത്തിൻ്റെ കൂടെ കസ്റ വന്നാൽ. അപ്പം ഇതൊക്കെ ആയിരുന്നു ഇസ്തിഗ്ലാലിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.